നമസ്കാരം. ശബരിമലയുടെ വിഷയങ്ങൾ വന്നതിന് ശേഷം കണ്ഠര് രാജീവ് തന്ത്രിയെക്കുറിച്ചും കണ്ഠര് മോഹന തന്ത്രിയെക്കുറിച്ചുമൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള ആക്ഷേപകരമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ തന്നെ താഴമൺ കുടുംബത്തിൽ നിന്ന് ഇത് മാറ്റണം, അവർക്ക് കിട്ടിയത് അങ്ങനെയല്ല, പരശുരാമന്റെ കഥ, ഒരുപാട് കാര്യങ്ങളിൽ ആക്ഷേപങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു ചാനലിൽ ഗുരുമൂർത്തി എന്ന് പറയുന്ന ഹിന്ദു സമാജത്തിൻ്റെ കാര്യങ്ങളിൽ വളരെ ആവേശത്തോടുകൂടി, ശബരിമല വിഷയത്തിലൊക്കെ വളരെ ആവേശത്തോടുകൂടി ചാനലുകളിലൊക്കെ വരുന്ന ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരാളിനെ കൂടി ഒരു ബൈറ്റ് കൂടി ഞാൻ കേൾക്കാനിടയായി. അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി വെച്ചുകൊണ്ടാണ് നമ്മളിത് ചിന്തിക്കേണ്ടത്. അദ്ദേഹം പറയുന്നത് പിതൃസ്ഥാനീയൻ എന്ന് പറയുന്ന കഥയൊന്നും തന്ത്രിക്കില്ല എന്ന് പറയുന്നു. രണ്ട് വിഷയങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഒന്ന്, താഴമൺ ഇല്ലത്തെ അങ്ങനെ വല്ലാതെ ഇടിച്ചു താഴ്ത്തുന്നത് ശരിയല്ല. കാരണം 5000, ഞാനും താഴമൺ കുടുംബത്തിലെ തന്ത്രിയുടെ ഇപ്പോഴത്തെ അസുരവിത്തുകളായിട്ടുള്ള പല ആളുകളുടെയും, കണ്ഠരര് മോഹനായാലും കണ്ഠരര് രാജീവായാലും അവരുടെ പ്രവർത്തികളെയൊക്കെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് വീഡിയോ ഞാനും ചെയ്തിട്ടുണ്ട്. വിമർശിക്കാതെ അവരുടെ പ്രവർത്തികളെയാണ് അവർ ചെയ്തിരിക്കുന്നതിൻ്റെ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലയിൽ തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും താഴമൺ ഇല്ലത്തെ അങ്ങനെ ഇടിച്ചു താഴ്ത്തുന്നത് ശരിയല്ല ചാനലുകൾ. കാരണം 5000 പേരോ 6000 പേരോ 10000 പേർക്ക് താഴെ മാത്രം കാനനത്തിലൂടെ പോയിരുന്ന ഒരു കാലത്ത് അവിടുത്തെ അരേ സമാജക്കാരെയും അല്ലെങ്കിൽ അവിടുത്തെ ആദിവാസികളെ, അവിടെ ജീവിക്കുന്നവരെയും സാധാരണ നാട്ടിലെ ആളുകളെയൊക്കെ ഒരുപാട് ആളുകളെ കൂട്ടിക്കൊണ്ട് മാത്രം കാട് വെട്ടിത്തെളിച്ച് ഒരു ദിവസം കാട് റെഡിയാക്കി പോകുമ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ അതിനകത്ത് ആനയും മറ്റു മൃഗങ്ങളൊക്കെ ഇറങ്ങിയിട്ട് അത് അവിടെ വഴി പിന്നെ പോകാൻ പറ്റാതെ വരും. അങ്ങനെ പല വഴികൾ വെട്ടിത്തെളിച്ചും ടോർച്ചുമായും രാത്രിയും പകലുമൊക്കെ പോയി വളരെ കഷ്ടപ്പെട്ടാണ് ആ 1900-ന്റെ ആദ്യകാലങ്ങളിൽ ശബരിമല ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്നതും തന്ത്രിമാരായി കണ്ടിരുന്നത്. 1950 പലവട്ടം അവിടെ തീപിടിച്ചു. 1903 തീപിടിച്ചു, 50 അതിന് മുമ്പൊക്കെ തീപിടിച്ചു, പലവട്ടം തീപിടിച്ചിട്ടുണ്ട്, 4-5 വട്ടം തീപിടിച്ചിട്ടുണ്ട്. അതിനകത്ത് 50-ലെ തീപിടുത്തത്തിൽ അതിനുശേഷം പുനഃപ്രതിഷ്ഠ നടത്തി. അപ്പോൾ അങ്ങനെ ഒരുപാട് ആ ശബരിമലയുടെ വളർച്ചയിൽ താഴമൺ ഇല്ലത്തിൻ്റെ സംഭാവന നമുക്ക് കണ്ടില്ല എന്ന് വെക്കാൻ കഴിയില്ല. ഇല്ലത്തിലുള്ള ഒന്നോ രണ്ടോ ഈ പുതിയ തലമുറയിൽപ്പെട്ടവർ ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ അഴുക്കുകളും, കാലഘട്ടത്തിൻ്റെ ഒരു അഴുക്കുണ്ടല്ലോ, അത് മന്ത്രിയായാലും രാഷ്ട്രീയ നേതാക്കളായാലും ആരായാലും, ഇപ്പോഴത്തെ രാജാക്കന്മാരായാലും ഉദ്യോഗസ്ഥരായാലും എല്ലാവരും കാമക്രോധ ലോകമോഹത്തിൻ്റെ അടിമപ്പെട്ട് പണത്തിനും പിന്നെ അങ്ങനെ ദ്രവ്യം കിട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാലമാണ്. ആ ഒരു കാലത്തിൻ്റെ ഒരു പ്രതിനിധി കൂടിയായി ഇവർ മാറി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനർത്ഥം അവിടെ ഉണ്ടായിരുന്ന തന്ത്രിമാരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരും ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശബരിമല ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള കുടുംബം തന്നെയാണ് താഴമൺ ഇല്ലം. അവർ വന്നത് പരശുരാമൻ വഴിയാണോ, അല്ലെങ്കിൽ പരശുരാമൻ കൊണ്ടുവന്നതാണോ, കൃഷ്ണ നദി നീന്തിക്കടന്നതാണോ, വെള്ളം മാറ്റി മണലിലൂടെ വന്നവരാണോ, അതൊക്കെ വേറെ വിഷയം, അതെല്ലാം ഐതിഹ്യമായി നിൽക്കട്ടെ. അതുപോലെ തന്നെ അതിനു മുമ്പും താഴമൺ ഇല്ലക്കാർക്ക് മുമ്പും അമ്പലപ്പുഴ പുതുമനമില്ലവും പിന്നെ അതുപോലെ തന്നെ കിഴക്കാട്ടൂർ ഇല്ലവും 1-2 ഇല്ലങ്ങളുടെ തന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഏറ്റവും അവസാനമായി കാരായ്മ കിട്ടിയിരിക്കുന്നത് താഴമൺ ഇല്ലക്കാർക്കാണ്. അവരെ ദുഃഖിപ്പിച്ചുകൊണ്ട് ആ കാരായ്മ മാറ്റുക എളുപ്പമല്ല. കാരണം ഒരാൾ കൊടുത്താൽ അത് ഇതിനൊരു താന്ത്രിക രീതിയൊക്കെ ഉണ്ടല്ലോ ആണ്. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഒരുപാട് വ്യക്തികളെ നമുക്ക് പറയാം. ഇല്ലത്തെയും പഴയകാല മനീഷിമാരായിരുന്ന തന്ത്രിമാരുടെ ഒരു അർപ്പണവും കൂടിയാണ് ശബരിമല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് കാണാതെ പോകാൻ പറ്റില്ല. നമ്മൾ വിമർശിക്കുമ്പോൾ നന്മയും തിന്മയും വിമർശിക്കണമല്ലോ, പറയണമല്ലോ. രണ്ടാമത്തെ കാര്യമാണ് ഗുരുമൂർത്തി പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ തികച്ചും 100% വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പിതൃസ്ഥാനീയൻ എന്നാണ് പറയുന്നത്, പിതാവെന്ന് പറയുന്നില്ല. ശബരിമലയുടെ പിതാവാണ് ഞാനെന്ന് ശബരിമല തന്ത്രിമാരോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ തന്ത്രിമാർ, ഗുരുവായൂർ തന്ത്രിയാകട്ടെ ഏത് തന്ത്രിയാകട്ടെ, ഈ ദേവതാ സമ്പ്രദായത്തിൻ്റെ പിതാവാണ് ഞാൻ എന്ന് പറയുന്നില്ല. പിതൃസ്ഥാനീയൻ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥത്തിലാണ്, പിതൃസ്ഥാനത്തുള്ള ആളെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എടുക്കണ്ട. അതായത് നമ്മൾ സാധാരണ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം അനുസരിച്ച്, അല്ലെങ്കിൽ മറ്റ് എല്ലാ കൾച്ചറിലും അതുണ്ട്, ഒരു യഥാർത്ഥ അച്ഛനുണ്ടാവും, അമ്മയുടെ, അത് ഗുരുമൂർത്തിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ സംഭോഗത്തിൽ ഏർപ്പെടുമ്പോൾ അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, വളരാൻ ആരാണോ അമ്മയുടെ വയറ്റിലേക്ക് ഈ പ്രക്രിയയിൽ ഇടപെട്ടത് ആരാണോ അദ്ദേഹമാണ് അച്ഛൻ, പിതാവ്. അത് യഥാർത്ഥ പിതാവ്. പക്ഷെ ഒരു വളർത്തച്ഛനുണ്ടല്ലോ.
കുഞ്ഞിനെ വളർത്തുന്ന ഒരച്ഛൻ. വാസുദേവൻ തന്നെയാണ് കൃഷ്ണൻ്റെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്, അയ്യപ്പനുമായി ബന്ധപ്പെടുത്തി മറ്റുള്ളവരെ പറഞ്ഞോളൂ. പക്ഷെ പറയുമ്പോഴും ഒരു വളർത്തച്ഛൻ്റെ സ്ഥാനം തീർച്ചയായിട്ടും തന്ത്രിമാർക്ക് കൊടുക്കണം. ഇനി അവർ വികൃതമായി പോയാൽ, അവർ തെറ്റായി പോയാൽ ഒരു താന്ത്രിക സഭയൊക്കെ വേണം, അല്ലെങ്കിൽ ഒരു ആചാര്യ സഭ 3-4 പേരടങ്ങുന്ന ഒരു ആചാര്യ അഡ്വൈസറി സഭയൊക്കെ ഉള്ള നല്ലതാണ്. അതൊക്കെ നല്ല തീരുമാനമാണ്, അത് നല്ല ആശയങ്ങളാണ്. അങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് എല്ലാ തീരുമാനവും എടുക്കുന്നതിന് പകരം അമ്പലത്തിലെ ആചാരപരമായ കാര്യങ്ങളിൽ ഒരു ചെറിയ സമിതി, താന്ത്രിക വിദ്യയും ആഗമശാസ്ത്രവും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ചെറിയ സമിതി, വളരെ സീനിയറായിട്ടുള്ള സാത്വികരായിട്ടുള്ള ഒരു 4-5 പേരടങ്ങുന്ന 3-4 പേരടങ്ങുന്ന ഒരു സമിതി ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതിനകത്തൊരു നിയന്ത്രണം കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നതൊക്കെ. പക്ഷേ പിതൃസ്ഥാനം എന്ന് പറയുന്നത് അതൊരു സ്ഥാനമാണ്, അല്ലാതെ യഥാർത്ഥ പിതാവായി അംഗീകരിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ എത്രയോ ആളുകളെ, ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ എന്താണ്, മാതാ അമൃതാനന്ദമയി അമ്മ ഇപ്പോൾ നമുക്ക് കേവലം ഒരു അരയ സ്ത്രീ ആയിട്ടല്ല, പ്രത്യേകിച്ച് ഗുരുമൂർത്തിയുടെയൊക്കെ വളരെ വലിയ ആരാധനാപാത്രമാണ് അമ്മ. ആ അമ്മ ഇപ്പോൾ ദൈവതുല്യമായിട്ടാണ് ആളുകൾ കാണുന്നത്. ദൈവത്തെ പോലെ തന്നെ പാദപൂജയും ഒരുപാട് കാര്യങ്ങൾ, ആരതി ഒഴിയലും ഒരുപാട് കാര്യങ്ങൾ സമൂഹം ചെയ്യുന്നുണ്ട്. ഗുരുദേവനെ ഇപ്പോൾ കാണുന്നത്, വലിയൊരു വിഭാഗം ജനങ്ങൾ കാണുന്നത് ദൈവമായി തന്നെയാണ്, ദൈവാംശമുള്ളവർ തന്നെയാണ്. ദൈവാംശം, അപ്പോൾ എല്ലാ മനുഷ്യരിലും ദൈവാംശമുണ്ട്, സകലതിലും ദൈവാംശമുണ്ട്, സകല ചരാചരങ്ങളിലും തൂണിലും തുരുമ്പിലുമുള്ള ദൈവാംശമുണ്ട്. എന്നാൽ എല്ലാവരിലും, എല്ലാ മനുഷ്യരിലും, എല്ലാ ജീവനിലും ദൈവാംശമുണ്ട്. പക്ഷേ ചിലരത് പരിപോഷിപ്പിക്കും, ചിലരതിൽ കൂടുതൽ പ്രകടിപ്പിക്കും. അങ്ങനെ കൂടുതൽ കല എല്ലാവരിലും പാട്ടുകാരനുണ്ട്. പക്ഷെ കൂടുതൽ പാടി വികസിപ്പിച്ചെടുത്ത യേശുദാസിനെ നമ്മൾ കൂടുതൽ ബഹുമാനിക്കും. എല്ലാവരിലും നാടക നടനുണ്ട്. പക്ഷേ കൂടുതൽ നാടകം പറഞ്ഞ ആളിനെ, അഭിനയിച്ച KPSCക്കാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കും, കൂടുതൽ ആദരവ് കൊടുക്കും. അതങ്ങനെ തന്നെയാണ്, എല്ലാവരിലും കലാകാരനുണ്ട്. പക്ഷേ കലയെ പരിപോഷിപ്പിച്ചു കൊണ്ടുവന്ന മോഹൻലാലിനും മമ്മൂട്ടിയെ നമ്മൾ ആദരിക്കും, ബഹുമാനിക്കും. എന്ന് പറഞ്ഞതുപോലെ എല്ലാവരിലും ആത്മീയതയുണ്ട്. പക്ഷേ ആത്മീയ തലത്തെ വളർത്തിക്കൊണ്ടുവന്ന് അതിനുവേണ്ടി സാത്വികമായി അതിനുവേണ്ടി ജീവിക്കുന്ന ആളുകളെ മറ്റൊരു തലത്തിലേക്ക് അവർ ഉയരുമ്പോഴാണ് നമ്മൾ അവരെ സന്യാസിമാരെന്നും ഋഷിമാരെന്നും ഗുരുക്കന്മാരെന്നും ദൈവത്തിൻ്റെ തുല്യരായിട്ടൊക്കെ കണ്ടുകൊണ്ട് അവരെ പൂജിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. ആ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കുന്ന ഒരു പരമ്പരയാണ് ഇന്ത്യൻ ഹിന്ദു സമാജം. അത് സനാതനധർമ്മത്തിനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഋഷീശ്വരന്മാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ കാവി ഉടുത്തവരെ കാണുമ്പോൾ, സന്യാസിമാരെ കാണുമ്പോൾ നമുക്കൊരു വേറൊരു തരത്തിലുള്ള ഒരു രീതി വരുന്നത്. സന്യാസി വീട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആരതി ഒഴിയുക, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അവർക്കിടെ കൊടുക്കുന്ന മറ്റ് എല്ലാം വളരെ പരിശുദ്ധിയുടെ ഏറ്റവും അങ്ങേയറ്റത്തിൻ്റെ ഭാഗമായി നിർത്തുന്നത് ഈ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഭാരതത്തിൽ അങ്ങനെ വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, അച്ഛനും പിതാവും ഒന്നും, ഹിന്ദുക്കൾക്കും ഈ പിതൃസ്ഥാനീയം, എല്ലാവരും അമ്മയാണ് നമുക്ക്. അങ്ങനെയുണ്ടല്ലോ, ഭൂമി അമ്മയാണ്, സകല മാതൃഭാവവും പിതൃഭാവവും ഒക്കെ നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ ഗുരുമൂർത്തിയിലേക്ക് തിരുത്താം. പക്ഷേ തന്ത്രിമാർ, ഈ പറയുന്ന ഇപ്പോഴത്തെ തന്ത്രിമാർ, അത് ഗുരുവായൂർ തന്ത്രിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നു, തന്ത്രിമാർ എന്തെങ്കിലുമൊക്കെ വേല കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി ഒരു സാത്വികതയിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ അത് നിയന്ത്രിക്കാനും അവരെ അത് കൺട്രോൾ ചെയ്യുവാനുമുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കുക. എലിയെ പിടിക്കാൻ ഇല്ലം ചുടുകയല്ല വേണ്ടത്, എലിയെ പിടിച്ച് പുറത്തു കളയുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ താഴമൺ ഇല്ലത്തെ ഈ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം അവിടെ എന്തെങ്കിലും അസുരവിത്തുകൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ പിതൃസ്ഥാനം എന്ന് പറയുന്നത് സ്ഥാനമാണ്, അല്ലാതെ പിതാവെന്ന് അവർ അവകാശപ്പെടുന്നില്ല, ആരും അംഗീകരിക്കുന്നുമില്ല, ആരും പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ പിതൃതുല്യം എന്നൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും പിതാവെന്ന അർത്ഥമില്ലല്ലോ. നമ്മളിപ്പോൾ ഞാൻ വീണ്ടും അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ വീട്ടിൽ ആരാണോ നമ്മളെ കൂടുതൽ രക്ഷിക്കുന്നത്, അത് പുരുഷന്മാരാണെങ്കിൽ അവരെ പിതൃതുല്യരായി കാണും. പിതൃസ്ഥാനം കൊടുത്താൽ നമ്മൾ ബഹുമാനിക്കും മുതിർന്നവരെ. അതുപോലെ ജ്യേഷ്ഠസ്ഥാനം കൊടുക്കും, ചേച്ചിയുടെ സ്ഥാനം കൊടുക്കും, അമ്മയുടെ സ്ഥാനം കൊടുക്കും. അതങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നമ്മുടെ സംസ്കാരം. അതുകൊണ്ട് പിതൃസ്ഥാനീയൻ തന്നെയാണ്.